പാകിസ്ഥാനിലെ ലാഹോറിൽ തടവിൽ കഴിയുകയായിരുന്ന ഇന്ത്യൻ സ്വദേശി സർബ്ജിത് സിംഗിനെ കൊലപ്പെടുത്തിയവരിൽ ഒരാളായ അമീർ സർഫാസ് താംബയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. ഭീകരസംഘടനയായ ലഷ്കർ തൈബയുടെ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയാണ് ഇയാൾ. ഞായറാഴ്ച പഞ്ചാബിലെ ലാഹോറിൽ വെച്ചാണ് ഇരുചക്രവാഹനത്തിലെത്തിയ അജ്ഞാതന്റെ വെടിയേറ്റ് താംബ കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇക്കാര്യം പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇരുചക്രവാഹനത്തിലെത്തിയ രണ്ടുപേർ വീടിനു മുകളിൽ നിൽക്കുകയായിരുന്ന താംബയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് കുടുംബാംഗങ്ങളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. താംബയുടെ ശരീരത്തിൽ 4 വെടിയുണ്ടകളേറ്റ മുറിവുകൾ ഉണ്ടെന്നും 2 എണ്ണം നെഞ്ചിന്റെ ഭാഗത്തും 2 എണ്ണം കാലുകളിലുമാണ് ഉള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ തലയിൽ ഹെൽമറ്റ് ധരിച്ചിരുന്നു. മറ്റേയാൾ മാസ്ക് ഉപയോഗിച്ച് മുഖം മറച്ചിരുന്നു. താംബയ്ക്ക് നേരെ വെടിയുതിർത്ത ശേഷം ഇരുവരും വേഗത്തിൽ അവിടെ നിന്ന് കടന്നുകളഞ്ഞു. ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ പേരിൽ തടവിൽ കഴിയുമ്പോൾ ജയിലിനുള്ളിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ താംബയ്ക്ക് ലഭിച്ചതായി വിവരങ്ങളുണ്ടായിരുന്നു. 2 വർഷം മുമ്പാണ് താംബ ജയിൽ മോചിതനായത്. അതിനുശേഷം CCTVകളടക്കം സ്ഥാപിച്ച സുരക്ഷാ മേഖലയിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. താംബയ്ക്ക് ജയിലിനുള്ളിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നതായി പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1979 ലാഹോറിലായിരുന്നു താംബയുടെ ജനനം. സർബ്ജിത് സിംഗിനെ കൊലപ്പെടുത്തിയതിന് ഫായിസ് സയ്യിദ് ഇയാളെ അഭിനന്ദിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ലാഹോർ കാ അസ്ലി ഡോൺ എന്ന പേരിൽ കുപ്രസിദ്ധനായ താംബ വസ്തുവ്യാപാരത്തിലും മയക്കുമരുന്ന് കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നു. സംഘത്തിലൊരാളായ അമീർ ബാലച്ച് ടിപ്പുവുമായി താംബ അടുത്തിടെ കലഹത്തിലേർപ്പെട്ടിരുന്നു. ലാഹോറിൽ നടന്ന ഒരു വിവാഹ വിരുന്നിനിടെ അമീർ ബാലച്ച് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ലാഹോർ ജയിലിനുള്ളിൽ വെച്ച് താംബ ഉൾപ്പെടെയുള്ള തടവുകാരുടെ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് സർബ്ജിത് സിംഗ് ഒരാഴ്ചയോളം കാലം കോമയിലായിരുന്നു. 2013 മെയ് 2-ന് ഹൃദയാഘാതത്തെ തുടർന്നാണ് സർബ്ജിത് സിംഗ് മരിച്ചത്. ഇഷ്ടികകളും ഇരുമ്പ് ദണ്ടുകളും ഉപയോഗിച്ചാണ് സർബ്ജിത് സിംഗിനെ ആക്രമിച്ചത്. 1990-ൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ പങ്കുണ്ടെന്നാരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു ഇയാൾ. അബദ്ധത്തിൽ അതിർത്തി കടന്ന സർബ്ജിത് സിംഗിനെ ആളുമാറി പിടികൂടുകയായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം വ്യക്തമാക്കിയിരുന്നത്. പാകിസ്ഥാന്റെ ആരോപണങ്ങൾ സർബ്ജിത്തിന്റെ ബന്ധുക്കൾ നിഷേധിച്ചിരുന്നു. സർബ്ജിത് സിംഗിനെ മോചിപ്പിക്കുന്നതിന് സഹോദരി ദാൽബീർ കൗർ വളരെക്കാലം പ്രയത്നിച്ചെങ്കിലും ഫലമുണ്ടായില്ല.